PM ശ്രീയിൽ ഒപ്പിട്ടതിനെ തുടർന്ന് CPIയും CPMും തമ്മിലുണ്ടായ തർക്കം തീരുന്നു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനും തീരുമാനമായി. ഇളവ് അനുവദിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. AKG സെന്ററിലെത്തി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഉച്ചയ്ക്ക് ചേരുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. PM ശ്രീയിൽ കൂട്ടായ തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇന്ന് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുമെന്നും D. രാജ പറഞ്ഞു. Were very positive and the whole thing is moving forward positively, and our party will attend the cabinet meeting today. After the cabinet meeting, the chief minister will brief everything to the people, and after that, as independent parties, CPI, CPM, we will give our reactions. So, till now everything is positive. So, yeah, till now, what we are given to understand, everything is moving positively. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, എന്തൊക്കെ ധാരണയിലാണ് സമവായത്തിലേക്ക് എത്തിയത്? തന്നെ ഏകദേശം ഒരാഴ്ചക്കാലമായി CPMനെയും LDFനെയും ഒക്കെ കുഴക്കുകയും ഒപ്പം തന്നെ LDFനെ ആടിയുലയ്ക്കുകയും ഒക്കെ ചെയ്ത പ്രതിസന്ധിക്കാണ് നിലവിൽ അയവ് വന്നിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടാണ് CPI കടുത്ത എതിർപ്പ് LDFിൽ ഉന്നയിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കടുത്ത തീരുമാനത്തിലേക്കൊക്കെ CPI ആലോചന നടത്തുകയും എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ആദ്യഘട്ട ഫോർമുല ഒരു മുന്നോട്ട് വയ്ക്കുകയും പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയും ചെയ്തു. പക്ഷേ അതിനൊന്നും വഴങ്ങാൻ CPI തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് CPM CPI ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ടുള്ള ഒരു അനുനയ നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി, LDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത CPMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പുതിയൊരു ഫോർമുലയ്ക്ക് രൂപം നൽകിയത്. അതിൽ വ്യക്തമാക്കുന്നത്, അതായത് നിലവിൽ കരാറിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം എന്നുള്ളതായിരുന്നു CPIയുടെ ആവശ്യം. അത് പക്ഷേ ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ കരാർ നിലവിൽ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനാണ് ആദ്യത്തെ ഫോർമുല എന്നുള്ള നിലയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പദ്ധതിയിലെ CPI ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ, അത്തരം ഈ നിബന്ധനകൾ അത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകും. ഒപ്പം തന്നെ നിലവിൽ നേരത്തെ തന്നെ തീരുമാനിച്ചത് പ്രകാരമുള്ള മന്ത്രിസഭാ ഉപസമിതിക്കും രൂപം നൽകും. ആ ഉപസമിതി വിഷയം പഠിക്കും എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ CPIക്ക് നൽകിയിരിക്കുന്നത്. രാവിലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തെയാണ് നിലവിൽ CPM ഇക്കാര്യം അറിയിച്ചത്. അങ്ങനെ ആ ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം നിലവിൽ CPI സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ K. രാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളും AKG സെന്ററിലെത്തി ഈ കാര്യത്തിൽ CPM നേതാക്കളുമായി ആശയവിനിമയം നടത്തി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമവായ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമ്പൂർണ്ണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ തീരുമാനം പ്രകാരം ഇക്കാര്യം CPIയുടെ നിലപാട്, അതായത് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന കാര്യവും ഒപ്പം തന്നെ നിലവിൽ CPM മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഫോർമുല അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ള കാര്യവും CPMനെ അറിയിക്കുകയാണ് ചെയ്യുക. എന്തായാലും കടുത്ത നടപടി എന്നുള്ള നിലയിലാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് CPI പോയിരുന്നത്. ആ നിലപാടിൽ നിലവിൽ CPI പിന്തിരിയുകയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജ തന്നെ ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 3:30 മന്ത്രിസഭാ യോഗം ചേരുന്നത്. ആ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ ഉള്ള വിഷയമെന്നത് നവംബർ 1 ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കേണ്ട നടപടികൾ ഒക്കെയാണ്. അതിൽ ഈ കേരളപ്പിറവി ദിനത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിയമസഭാ സമ്മേളനത്തിലാണ് കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശരിയല്ല എന്ന നിലപാട് നേരത്തെ തന്നെ മന്ത്രിമാരും CPIയുടെ പ്രധാന നേതാക്കളുമൊക്കെ എടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ കുറച്ച് ദിവസമായി തുടരുന്ന ഈ അനുനയ ശ്രമങ്ങളൊക്കെ പാളിയ പദ്ധതി, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള കടുത്ത എതിർപ്പിൽ നിന്ന് യോഗത്തിലായിരിക്കും പദ്ധതിയെക്കുറിച്ച് പഠിക്കാനുള്ള ഉപസമിതി രൂപീകരിക്കുക.